1 ലക്ഷത്തിൽ പരം വ്യാജ വോട്ടർമാരെ കണ്ടെത്തിയ മഹാദേവപുരയിൽ പോയിരിക്കുന്ന VS രഞ്ജിത്ത് ഉണ്ട് നമ്മോടൊപ്പം. ആദിൽ പാലോട് ഡൽഹിയിൽ നിന്നും, സായ്കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്നും. ആദ്യം VS രഞ്ജിത്തിലേക്കാണ്. രഞ്ജിത്ത്, ഇപ്പോൾ മഹാദേവപുരയിലാണല്ലോ രഞ്ജിത്തുള്ളത്. അവിടെ നടത്തിയ അന്വേഷണം, രാഹുൽ ഗാന്ധി പുറത്തുവിട്ട പേരുകൾ, പുറത്തുവിട്ട കണക്കുകൾ, അത് ശരിവെക്കുന്ന തെളിവുകളിലേക്ക് നമ്മളും നടന്നെത്തുകയാണോ? VS രഞ്ജിത്ത് ഇപ്പോൾ മഹാദേവപുരയിൽ കണ്ടതെന്താണ് രഞ്ജിത്ത്? സ്മൃതി, തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ഉന്നയിച്ച 2 പ്രധാനപ്പെട്ട പരാതികൾ നമ്മൾ നേരിട്ട് പോയി പരിശോധിച്ചു. അതല്ലാതെയും അവിടെ ലോക്കൽ ലെവലിൽ പ്രാദേശികമായി തന്നെ അവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ടൊക്കെ അന്വേഷിച്ചപ്പോൾ ഓരോ വാർഡിലും നമുക്ക് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്താൻ സാധിച്ചു. രാഹുൽ ഗാന്ധി പറഞ്ഞ ആ 35ാമത്തെ നമ്പർ മുറിയുള്ള വീട് അത് മുനിറെഡ്ഡി ഗാർഡനിലാണ്. ആ മുനിറെഡ്ഡി ഗാർഡനിൽ നമ്മൾ പോയി. അവിടെ ഏകദേശം 40ഓളം ലൈൻ മുറികളാണ്. ആ ലൈൻ മുറികളിൽ ഒരു മുറി എന്ന് പറയുന്നത് 2 പേർക്ക് മാത്രം കഷ്ടിച്ച് താമസിക്കാൻ സാധിക്കും. ഈ 35ാമത്തെ മുറി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫുഡ് ഡെലിവറി ബോയ് താമസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരാൾ കൂടിയുണ്ട്. ആ ഫുഡ് ഡെലിവറി ബോയ് ഇത്തവണ വോട്ട് ചെയ്തിട്ടില്ല, 2024 വോട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ 6 മാസം മുമ്പാണ് അദ്ദേഹം അവിടെ താമസമാക്കിയത്. ഈ 80 പേരും ആ ഒറ്റ കെട്ടിട നമ്പറിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അവിടുത്തെ ഹൗസ് ഓണർ ബന്ധപ്പെട്ടു. ഹൗസ് ഓണർ ന്യായമായിട്ട് പറയുന്നത് അവിടുത്തെ വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. പണ്ടൊക്കെ വാടകയ്ക്ക് താമസിച്ച ആൾക്കാരുടെ പേരിലായിരിക്കാം ഇപ്പോൾ വോട്ടേഴ്സ് ID ഉള്ളതെന്നുള്ളതാണ്. പക്ഷേ ഒരു കാരണവശാലും അവരുടെ ID പരിശോധിക്കുമ്പോൾ, അഡ്രസ്സ് പരിശോധിക്കുമ്പോൾ അത്തരത്തിലുള്ള ആളുകൾ അവിടെ താമസിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും മുനിറെഡ്ഡി ഗാർഡനിൽ മാത്രമല്ല, വേറൊരു ഗുരുകിരൺ സിംഗ് ഡാങ് എന്ന് പറയുന്ന ഒരു അഡ്രസ്സ് ഉണ്ടായിരുന്നു. ആ അഡ്രസ്സിൽ ഒരാൾക്ക് തന്നെ 4-5 വോട്ടർ ID-കളുണ്ട്. ഈ വോട്ടർ ID ഉള്ള അഡ്രസ്സിൽ നമ്മൾ പോയിരുന്നു. അവിടെയും അത്തരത്തിലൊരാൾ താമസമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്ന് പറഞ്ഞാൽ ഈ ഇരട്ട വോട്ടുകളും അല്ലെങ്കിൽ 4-5 വോട്ടുകൾ ഒരാളുടെ പേരിൽ ഉണ്ടാവുകയും ഒരു മുറിയിൽ തന്നെ 80 വോട്ടുകൾ ഉണ്ടാവുകയും ചെയ്യുന്ന രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും ശരിയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ പക്ഷേ അവിടെ ഇതുവരെ പരാതികളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. ആരൊക്കെയാണ് ഈ അഡ്രസ്സിൽ താമസിക്കുന്നത്, ആരൊക്കെയാണ് ഈ അഡ്രസ്സിൽ വോട്ട് ചെയ്ത് പോയിട്ടുള്ളത്? കഴിഞ്ഞ തവണ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിച്ചാൽ നമുക്ക് കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത ആളുകളുടെ ലിസ്റ്റ് കിട്ടും. ഈ പറയുന്ന 80 പേരും വോട്ട് ചെയ്ത് പോയിട്ടുണ്ടോ? ഈ ഗുരുകിരൺ സിംഗ് ഡാങ് എന്ന് പറയുന്ന വ്യക്തി 5 വോട്ടുകൾ ചെയ്തിട്ടുണ്ടോ? തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. അത്തരത്തിലുള്ള പരിശോധനകളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്നത് BJPക്ക് വേണ്ടിയാണ് എന്നാണ് തെളിവുകൾ സഹിതം ഇവിടെ രാഹുൽ ഗാന്ധി സമർത്ഥിച്ചിരിക്കുന്നത്. രഞ്ജിത്ത്, നമുക്ക് മഹാദേവപുരയിൽ അവിടെ നിൽക്കുമ്പോൾ അവിടെ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെയും ഒപ്പം തന്നെ അവിടുത്തെ BJP നേതാക്കളുടെയും പ്രതികരണം കൂടി അടുത്ത ഘട്ടത്തിൽ VS രഞ്ജിത്ത് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പ്രത്യേകിച്ച് അവിടുന്ന് ജയിച്ചു പോയ BJP MP അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടെ നമുക്ക് കിട്ടേണ്ടതുണ്ട് രഞ്ജിത്ത്. ഏതായാലും നമ്മളിപ്പോൾ നടത്തിയ അന്വേഷണം എന്നുള്ളത് 80 പേരുള്ള ഒരിടം, അതേപോലെ നേരത്തെ 4 ബൂത്തുകളിലായി കണ്ടെത്തിയ ഒരാളുടെ പേര്, അതിലേക്കാണല്ലോ നമ്മൾ പോയിരിക്കുന്നത്. അതുപോലെ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട ഒരു ബ്രൂവറിയിൽ 60-ലധികം പേരുടെ പേരുകൾ, അഡ്രസ്സ്, അത് നമ്മുടെ കയ്യിൽ കിട്ടിയ വിവരമാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യമാണല്ലോ. അത് പരിശോധിക്കാൻ കഴിഞ്ഞു രഞ്ജിത്ത്? നമ്മൾ ഇന്ന് അത് പരിശോധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ധാരാളം കേസുകൾ നമ്മളിപ്പോൾ ഇവിടുത്തെ ജയിച്ചു പോയെന്ന് PC മോഹൻ എന്ന് പറയുന്ന MP ആണ്. അദ്ദേഹം ഡൽഹിയിലാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മൾ പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫുമായിട്ടൊക്കെ സംസാരിച്ചു. അത് ഇതുവരെ പരാതിയൊന്നും അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ലല്ലോ, ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ പരാതികളില്ലല്ലോ എന്നുള്ള ഒരു മറുപടി മാത്രമാണ് PC മോഹൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ നമുക്ക് കിട്ടിയത്. അതുപോലെ തന്നെ ഇവിടെ മത്സരിച്ച മൻസൂർ അലിഖാനാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹവും രാഹുൽ ഗാന്ധി പറയുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ സംസാരിക്കാനില്ല എന്നൊരു തീരുമാനത്തിലാണ്. പരാതി കൊടുക്കാൻ രാഹുൽ ഗാന്ധി പറഞ്ഞാൽ പരാതി കൊടുക്കും എന്ന് മാത്രമാണ് മൻസൂർ അലിഖാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞ ഇടങ്ങളിലൊക്കെ നമുക്ക് കുറച്ചുകൂടി പോയി നോക്കേണ്ടതുണ്ട്. ഈ ബ്രൂവറി ഇവിടെ മഹാദേവപുരയിൽ തന്നെയുള്ള ബ്രൂവറിയാണ്, അവിടെ കൂടി നമ്മളിന്ന് പോയി നോക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രാദേശിക നേതാക്കന്മാർക്ക് പലർക്കും ഇത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് തുറന്നു പറയുന്നതിനുള്ള മടിയും തുറന്നു പറയാനുള്ള ഭയവും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടുത്തെ മലയാളികളായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഈ മഹാദേവപുരയിലുള്ള പലരുമായി നമ്മൾ ബന്ധപ്പെട്ടു. അവരൊന്നും തന്നെ ഇക്കാര്യങ്ങളൊന്നും തുറന്ന് ചാനലിന് മുന്നിൽ പറയാൻ തയ്യാറല്ല. പല ആളുകളും ആ സ്ഥലങ്ങൾ കാണിച്ചു തരാൻ പോലും ഭയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈ മുനിറെഡ്ഡി ഗാർഡൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഒറ്റയ്ക്കാണ് പോയത്. കാരണം അഡ്രസ്സ് ഗൂഗിൾ മാപ്പിലെടുത്ത് നമ്മൾ നേരിട്ട് അവിടേക്ക് പോവുകയായിരുന്നു. കാരണം അവിടെ പ്രാദേശികമായിട്ടുള്ള ആളുകൾ ഇത് കാണിച്ചു തരാൻ പോലും മടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അവർ ഭയക്കുന്നുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. ആളുകൾ പറയാൻ ഭയപ്പെടുന്നു. പക്ഷേ ഇതിനകം തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ്.